താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ഷഹബാൻ എന്ന കുട്ടി മരണപ്പെട്ടു. അക്രമി സംഘത്തിലുണ്ടായ കുട്ടികൾ സംസാരിക്കുന്ന ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊല്ലുമെന്നും കണ്ണടിച്ച് പൊട്ടിച്ചെന്നൊക്കെ എന്ത് ലാഘവത്തോടു കൂടിയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ എവിടെ നിന്നാണ് ധൈര്യം വരുന്നത്? ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ കേസ് എവിടെ വരെ പോകുമെന്ന് എല്ലാവരും ബോധവാന്മാരാണ്. പരമാവധി ശിക്ഷയും എല്ലാവർക്കും അറിയാം. അതുപോലെ ലൂപ്പ് ഹോൾസും. പോരാത്തതിന് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ജയിലിൽ പോകേണ്ട കാര്യമില്ല, ജുവനൈൽ ഹോമാണെന്നും എല്ലാവർക്കും അറിയാം. ശരിക്കും ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ, പ്രായവും പരിഗണിക്കാതെ ശിക്ഷിച്ച് തുടങ്ങേണ്ട സമയമായി. അതിനായി പോലീസും കോടതിയും മുന്നോട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ പൊതുജനങ്ങൾ ആ ജോലി ഏറ്റെടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം സാധാരണക്കാർ ഇതുപോലുള്ള വാർത്തകൾ കേട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. 2025 തുടങ്ങിയിട്ട് 2 മാസമേ ആയോ. 25 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളാണ് അക്രമത്തിൽ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിയമങ്ങളെ നോക്കുകൂത്തുകളായി നിർത്തിക്കൊണ്ട് കൊലപാതകങ്ങൾ ഉൾപ്പെടെ ക്രൂരമായ തെറ്റുകൾ ചെയ്തവർ തന്നെ ഒരു കൂസലുമില്ലാതെ 6 മാസത്തിനുള്ളിൽ ജയിൽ മോചിതനായി സമൂഹത്തിൽ മാന്യമായി നടക്കുമ്പോൾ എവിടെയാണ് പൊതുജനങ്ങളുടെ സ്വത്തും സ്വൈര്യ ജീവിതവും സംരക്ഷിക്കപ്പെടുന്നത്? നിയമപാലകർ അക്രമികളെ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിക്കുമ്പോൾ കോടതിയിൽ വെച്ച് നിയമത്തിൻ്റെ ലൂപ്പോളും പറഞ്ഞ് പ്രതികൾ കുറ്റവിമുക്തനായി കോടതിയുടെ വരാന്തയിലൂടെ പോകുന്നത് നിസ്സഹായതയോടെയാണ് കണ്ടു നിൽക്കേണ്ടി വരുന്നത് ജനങ്ങളും പോലീസും. ഇവിടെ ശരിക്കും ആരാണ് തെറ്റുകാർ? ആരെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? അക്രമികൾ അവർക്ക് ആക്രമിക്കേണ്ടവരെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ട് നിസ്സാരമായി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാൽ പിന്നെ നിയമം സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അക്രമികൾ ഒന്നും വകവയ്ക്കാതെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ഇവിടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ട സമയമായി. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ആർക്കാണ് സംസാരിക്കാൻ ഇവിടെ ടൈമുള്ളത്? എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും പുറകെ പോവുകയാണ്. ഇവിടെ അതിനെതിരെ സംസാരിക്കാൻ ആർക്കും ടൈമില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ സമൂഹത്തിൽ നടക്കാതിരിക്കുന്നത്? എന്തായാലും ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.